വന്ന വഴി മറക്കല്ലേ ബ്രോ. എടാ വന്ന വഴി മറക്കല് ഇതുമായിട്ട് എന്താണ് ബന്ധം? ഓക്കെ, എന്നാ പിന്നെ ഞാൻ തല വെച്ച് കൊടുക്കാം, എന്നെ ആരും കൊന്നിട്ട് പോയിക്കോട്ടെ, അതായിരിക്കും നല്ലത് അല്ലെ? അതായിരിക്കും നല്ലത്. മോനെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഒരുപാട് കേസും ഒരുപാട് വള്ളിക്കെട്ടുകളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്, മനസ്സിലാവും? എനക്ക് എൻ്റെ ജീവനിൽ പണിയുണ്ടാവും, മനസ്സിലാവും? എനക്ക് പ്രശ്നങ്ങളുണ്ട്, എനക്ക് എൻ്റെ സേഫ്റ്റി നോക്കാണ്ട് വേറെ വഴിയില്ല. ഞാൻ മിക്കവാറും ദിവസം ഇവിടെ നിൽക്കില്ല, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പേടിയാണ്. കാര്യം പറയാലോ, ഇതെന്താ എന്താ നടക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ, അവിടെ ചെറിയ പിള്ളേർ വരുന്നതല്ല ഞാൻ പറയുന്നത്. ഈ ക്യാമറ ഞാൻ മിഞ്ഞാന്ന് ഫിറ്റ് ചെയ്തത്, അതിന്റെ മുന്നത്തെ ദിവസം, അതായത് ലീക്കായ ഫസ്റ്റ് ദിവസം ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? പാതിരാത്രി എന്താ സംഭവിച്ചതെന്നറിയോ? ഒരു 10, 30, 35 വയസ്സുള്ള കുറച്ചെണ്ണം കാറിന് വന്ന് ഇറങ്ങി. കള്ളു കുടിച്ചിട്ടാണോ എന്താന്ന് അറിയില്ല. രാത്രി എത്ര മണിയാത്? 11 മണി അടുപ്പിച്ചായി. 10:30 കഴിഞ്ഞിട്ടാണ് 11 മണി ആ ഒരു സമയമായി. കുറച്ചും കൂടി ഉറങ്ങേണ്ട ടൈമിലടാ, ഒരു 1 മണി നേരം അങ്ങനെ ലേറ്റ് ആയില്ല. ഓക്കെ, എങ്ങനെ ആയാലും ഡെയിലി വരുന്ന ആൾക്കാരെ കണക്കിൽ ഇവരെല്ലാം എടേ 1, 2 ആൾക്കാരാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇവരായിട്ടുള്ള ഒരു സേഫ്റ്റി ഇത് എൻ്റെ തലയിലൊക്കെ. ഇത് കുറെ ആൾക്കാർ വരുമ്പോൾ ഇതിൽ ഏതാ സേഫ് ഏതാ ഇതെന്ന് ഞാൻ അങ്ങനെ മനസ്സിലാക്കും. ഇത് വന്ന വഴി മറക്കലായിട്ട് ബന്ധമൊന്നുമില്ല മോനെ. ഇത് സേഫ്റ്റി പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ. ഓക്കെ, സെക്യൂരിറ്റിനെ വെക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല.